മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് വളരെ വലിയ രീതിയിൽ പലസ്തീൻ അനുകൂല ഐക്യദാർഢ്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ ഔദ്യോഗിക പരിവേഷങ്ങൾ കൊടുത്തുകൊണ്ടാണ് മന്ത്രിമാര് പോലും രംഗത്തെത്തുന്നത്. അതിന്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ കെ രാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് ഇവിടെ മുന്നോട്ട് വെക്കാം. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പൊരുതുന്ന പലസ്തീൻ ജനതക്ക് ഐക്യദാർഢ്യവുമായി കലോത്സവ വേദിയിൽ ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ കലോത്സവ വേദിയിലെ വേറിട്ടൊരു കാഴ്ചയായി. എന്തിനാണ് ഈ പലസ്തീൻ അനുകൂല ആളുകളെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് മന്ത്രിമാരൊക്കെ രംഗത്തെത്തുന്നത്? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയൊരു മത്സരം നടക്കുന്നുണ്ട്. ഇടതുപക്ഷമാണോ അതല്ലെങ്കിൽ കേരളത്തിലെ വലതുപക്ഷമാണോ, UDF-ഓ LDF-ഓ ആണോ കൂടുതൽ ഈ ജിഹാദി മൈൻഡുള്ള ആളുകളെ, ജിഹാദികളെ പ്രീണിപ്പിക്കുക എന്നുള്ള മത്സരത്തിലാണ്. ഈ പലസ്തീൻ അനുകൂല ആളുകൾ യഥാർത്ഥത്തില് പച്ച വർഗീയവാദികളോ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുന്നവരോ ആണ് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമല്ലേ? ഈ പലസ്തീൻ അനുകൂല ഐക്യദാർഢ്യങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന മറ്റു മനുഷ്യരെ ആരെയും കാണുന്നേ ഇല്ല. അത് വളരെ ഗൗരവത്തിൽ തന്നെ ഓരോ ബോധമുള്ള മലയാളിയും തിരിച്ചറിയേണ്ടതാ. ഇറാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറാനിൽ ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? 12,000-ലധികം ആളുകളെ അവിടെ കൊല ചെയ്ത്, അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ആരാണ്? ബഹുഭൂരിപക്ഷം മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും എന്താ ഇവിടെ ആളുകള് ഐക്യദാർഢ്യം നടത്താത്തത്? ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ കേരളത്തിൽ പലസ്തീൻ അനുകൂല ഐക്യദാർഢ്യമൊക്കെയായി രംഗത്തെത്തുന്നവർ ജിഹാദികളെ മാത്രമേ അനുകൂലിക്കൂ. ജിഹാദികൾ തന്നെ ആവണം, അല്ലാതെ ഒരാളെയും. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇതുപോലെ ഏതെങ്കിലും ഉണക്ക തുണിയുമായിട്ട് രംഗത്തിറങ്ങും പലസ്തീനും പൊക്കി പിടിക്കാൻ? ഈ കഫിയൊക്കെ പൊക്കി പിടിച്ച് തെരുവിൽ ആരെങ്കിലും ഇറങ്ങോ ഗൾഫ് രാജ്യങ്ങളില്? എന്തേ അത് കണ്ടുപഠിച്ച് ഇവിടെയുള്ള ആളുകൾ മുന്നോട്ട് പോകാത്തത്? കാരണം ഇവിടെ പലസ്തീൻ അനുകൂല ഐക്യദാർഢ്യങ്ങൾ നടത്തുന്ന സകല ആളുകളും ജിഹാദികളെയാണ് പിന്തുണയ്ക്കുന്നത്. ഇപ്പൊ ഇറാനിൽ 12,000-ലധികം ആളുകളെ കൊല ചെയ്തിട്ടും എന്തുകൊണ്ടാ മിണ്ടാത്തത്? കാരണം എന്താ? ഇവരുടെയൊക്കെ നേതാവ് പ്രിയപ്പെട്ട ഖൊമൈനി ആണല്ലോ അവിടെ ഭരിച്ച് കൂട്ടക്കൊല നടത്തി മുന്നോട്ട് പോകുന്നത്. ഖൊമൈനിക്കെതിരെ ഇവരൊരു അക്ഷരമുണ്ടല്ലോ. കാരണം എന്താ? ലോകത്തിന്ന് അശാന്തി പടർത്തുന്നതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന ആയത്തുള്ള അലി ഖൊമൈനി. ഈ പറയുന്ന ഹമാസ് എന്ന ഭീകര സംഘടന, ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന, ഈ പറയുന്ന ഹൂത്തി എന്ന ഭീകര സംഘടന, ഇങ്ങനെ ഒരുപാട് ഭീകരരെ വളർത്തിയത് ഈ പറയുന്ന ആയത്തുള്ള അലി ഖൊമൈനിയാ. പണം കൊടുത്ത്, ആയുധം കൊടുത്ത് ലോകം തന്നെ നശിപ്പിക്കാൻ ഇത്തരം ഭീകര സംഘടനകളെ വളർത്തുന്നവനാണ് ഈ പറയുന്ന ആയത്തുള്ള അലി ഖൊമൈനി. ഈ ആയത്തുള്ള അലി ഖൊമൈനിയാണ് ഇറാനിൽ ഇപ്പോ കൂട്ടക്കൊല നടത്തുന്നത്. 12,000-ലധികം ബഹുഭൂരിപക്ഷം മുസ്ലിം മതങ്ങളിൽപ്പെട്ട ആളുകളെയാണ് ഈ ഖൊമൈനി കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഒരുത്തരും കാണൂല. ഈ പലസ്തീൻ അനുകൂല ആരെയും കാണൂല. ഈ പലസ്തീൻ അനുകൂലം എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പലസ്തീനിലെ സാധാരണക്കാരെയല്ല പിന്തുണക്കുന്നത്, മറിച്ച് അവിടെയുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയാണ്. അതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഈ മന്ത്രി ഉൾപ്പെടെ നമ്മുടെ കേരളത്തില് ഈ പലസ്തീൻ ഈ പറയുന്ന കഫിയൊക്കെ ആയിട്ട് രംഗത്തിറങ്ങുന്നവർ വളരെ വലിയ രീതിയിൽ ഇവിടെ ഭീകരരെ തന്നെയാണ് വെളുപ്പിക്കുന്നത്. ഭീകരർക്ക്, അതായത് ഭീകരർ എന്താണോ ധരിക്കുന്നത് അത് സാധാരണക്കാരിലേക്ക് വളരെ വലിയ രീതിയിൽ എത്തിക്കാനല്ല ഇവിടെ ഒരു ശ്രമം നടക്കുന്നത്. ഈ പറയുന്ന കഫിയ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഡ്രസ്സാ? ലോകത്തെ സകല ഭീകരരും, അതായത് ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൽ മുജാഹിദീൻ, ജെയ്ഷെ മുഹമ്മദ്, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്ത്, ഇങ്ങനെ ഏതൊരു ഭീകര സംഘടനയും നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, അവരൊക്കെ തന്നെ ഈ പറയുന്ന കഫിയ ധരിക്കാറുണ്ട്. ഈ കഫിയ നമ്മുടെ കേരളത്തിൽ ധരിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നവർ വളരെ വ്യക്തമായിട്ട് ലോകത്തെ ഭീകരരെ വെളുപ്പിക്കാനുള്ള ഒരു കൃത്യമായ ഒളിച്ചു കടത്തലാണ് ഈ പറയുന്ന കഫിയ ധരിക്കൽ എന്നുള്ളതും ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണോ? നമ്മുടെ കേരളത്തിൽ ഇപ്പൊ UDF-ഉം LDF-ഉം മത്സരിച്ച് പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുക. ആരാണ് കൂടുതൽ ജിഹാദികളെ പ്രീണിപ്പിക്കുക? ആ പ്രീണനത്തിലൂടെ അധികാരത്തിലെത്താനുള്ള കുതന്ത്രങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് പഹൽഗാമിലെ ഭീകരർക്കെതിരെ, പഹൽഗാമില് മതം ചോദിച്ച് കലിമ ചെല്ലാൻ അറിയുമോ എന്ന് നോക്കി, തങ്ങളിൽപ്പെട്ട ആളുകളല്ല, തങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളല്ല എന്ന് ഉറപ്പുവരുത്തി ഭീകരാക്രമണം നടത്തിയ മതഭീകരർക്കെതിരെ, മത തീവ്രവാദികൾക്കെതിരെ
നമ്മുടെ പിള്ളേര്, രാജ്യസ്നേഹികളായിട്ടുള്ള ഒരു പറ്റം പിള്ളേര് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് സംഘനൃത്തം നടത്തിയിട്ടുണ്ട്. അതിൽ തീം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ച ഭീകരർക്കെതിരെ, സിന്ദൂരം മായ്ഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ പിള്ളേര് നിലപാടെടുത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. അവരെ എന്തുകൊണ്ടാണ് ഒരു വേറിട്ട നമ്മുടെ രാജ്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊരു പോസ്റ്റ് ചെയ്യാത്തത്? നമ്മുടെ പഹൽഗാമില് 26 പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് അവർ നമ്മളിൽപ്പെട്ടവരല്ലേ? നമ്മളിൽപ്പെട്ടവരെയാണ് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ മതഭീകരര് വന്ന് കൊല ചെയ്തിട്ടുള്ളത്. ആ ഭീകരർക്കെതിരെ നിലപാടെടുത്ത ഒരു വിദ്യാർത്ഥിയെ പോലും, ഒരു കുട്ടിയെ പോലും ഈ കെ രാജൻ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ UDF-ഓ LDF-ലോ പെട്ട ഒരാള് പോലും കണ്ടില്ല, ഒരാള് പോലും അഭിനന്ദനം അറിയിച്ചിട്ടില്ല. അതേസമയം ലോകത്തിന്റെ ഏതോ കോണിലുള്ള ഒരു കോപ്പിലെ പലസ്തീനിന്റെ കൊടിയും അതിന്റെ ഒരു കോപ്പിലെ തുണിയും എടുത്ത് പൊക്കിപ്പിടിച്ചതിനെ വലിയ സംഭവമാക്കി മുന്നോട്ട് പോവാൻ ഈ കെ രാജൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മന്ത്രിമാർക്കൊന്നും ഒരു ഉളുപ്പില്ലേ? നിങ്ങൾ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശില് അവിടെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും കൂട്ടക്കൊല നടത്തി ആരാ നടത്തുന്നത്? കോൺഗ്രസിനൊപ്പമുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയാണ് കൂട്ടക്കൊല നടത്തുക. ബംഗ്ലാദേശിൽ നരനായാട്ട് നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നമ്മുടെ കേരളത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് ഒരുമിച്ച് മുന്നോട്ട് പോവാ. ഈ പറയുന്ന UDF-ഉം ഈ LDF ഒക്കെ പിന്നെ ഈ പലസ്തീനക്കല്ലാണ്ട് വേറെ എന്തെങ്കിലും കാണുമോ? ഇതൊക്കെ മലയാളികൾ ഒരുപാട് ചിന്തിക്കേണ്ടതാ. നമ്മുടെ പുതുതലമുറയെ, നമ്മുടെ കേരളത്തിലെ സകല അധ്യാപകരോടും പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഈ പലസ്തീനൊക്കെ പൊക്കിപ്പിടിച്ച ആളുകളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കരുത്. ദയവ് ചെയ്തിട്ട് ഇവിടെ വർഗീയത ചെറിയ കുട്ടികളിൽ പോലും നിങ്ങൾ വളർത്താൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാണ് നിങ്ങളോ പച്ചവർഗീയവാദികൾ, എന്തിനാണ് പുതുതലമുറയിൽപ്പെട്ടവരെ ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് രംഗത്ത് വരാൻ അല്ലെങ്കിൽ രംഗത്തേക്ക് ഇറക്കുന്നത് എന്നുള്ളതാ അതുള്ള ഓരോ മലയാളിയും ഒരേ സ്വരത്തിൽ ചോദിക്കേണ്ടത്. എന്നാൽ ഈ പച്ചവർഗീയവാദികളെ പൊക്കിപ്പിടിക്കാൻ കേരളത്തിലെ നെറികെട്ട ഒരുപാട് മന്ത്രിമാരും, ഒരു ഉളുപ്പില്ലാത്ത മന്ത്രിമാര്, ഈ പറയുന്ന നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിന്ന നമ്മുടെ പിള്ളേരെ ഉയർത്തിപ്പിടിക്കാൻ ഇവിടെ ഒരു മന്ത്രിയുമില്ല. ഒക്കെ തന്നെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയേണ്ടതാ. ഒരു കാര്യം വളരെ വ്യക്തമാ, നമ്മുടെ പിള്ളേര് മതഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ നിലപാടെടുത്ത് രംഗത്ത് വന്ന പിള്ളേരെ നമ്മുടെ കേരളത്തിൽ വലിയൊരു പൊതുസമൂഹം കൈയടിച്ചുകൊണ്ട് വലിയ രീതിയിൽ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ മന്ത്രിമാരി എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാ. വരുന്ന നിയമസഭാ ഇലക്ഷൻ ഒന്ന് വന്നുകൊള്ളട്ടെ. വളരെ വ്യക്തമാണ്, ഈ പലസ്തീൻ പ്രേമികളെയൊക്കെ മൂലയിലേക്ക് ഒതുക്കൂ. രാജ്യത്ത് ബോധമുള്ള സകല ആളുകളും പലസ്തീൻ പ്രേമികളെയൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് എറിയുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട.